അടുത്തതാണ് സ്റ്റാൻഡിങ് ക്രോപ്പ്. സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ട്രോഫിക് ലെവലിലും ഒരു സെർട്ടൺ മാസ് ഓഫ് ലിവിങ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ഓരോ ട്രോഫിക് ലെവലിൽ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു ലിവിങ് മെറ്റീരിയൽ അതിൻ്റെ ഒരു മാസ് ഉണ്ടായിരിക്കും ഒരു പെർട്ടിക്കുലർ ടൈമിൽ. അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡിങ് ക്രോപ്പ്. സോ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ സെർട്ടൺ മാസ് ഓഫ് ലിവിങ് മെറ്റീരിയൽ അറ്റ് പെർട്ടിക്കുലർ ടൈം അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ. ഓരോ ട്രോഫിക് തലങ്ങളിലും കാണുന്ന ആ ലിവിങ് മെറ്റീരിയലിൻ്റെ മാസ് ആ പെർട്ടിക്കുലർ ടൈമിൽ കാണുന്ന ഓരോ ട്രോഫിക് ലെവലിലും ആ പെർട്ടിക്കുലർ ടൈം പീരീഡിൽ കാണുന്ന ആ ലിവിങ് മെറ്റീരിയലിൻ്റെ മാസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡിങ് ക്രോപ്പ്. സോ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ലിവിങ് മെറ്റീരിയൽ അറ്റ് പെർട്ടിക്കുലർ ടൈം അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ. ഓരോ ട്രോഫിക് തലങ്ങളിലും കാണപ്പെടുന്ന ലിവിങ് മെറ്റീരിയലിൻ്റെ മാസ് അത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രം കാണപ്പെടുന്ന ഓരോ ട്രോഫിക് തലങ്ങളിലും ആ പെർട്ടിക്കുലർ ടൈമിൽ മാത്രം കാണപ്പെടുന്ന ലിവിങ് മെറ്റീരിയലിൻ്റെ മാസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡിങ് ക്രോപ്പ്. ഈ സ്റ്റാൻഡിങ് ക്രോപ്പിനെ മെഷർ ചെയ്യുന്നത് മെഷേർഡ് ആസ് മാസ് ഓഫ് ലിവിങ് ഓർഗാനിസം. എത്ര ലിവിങ് ഓർഗാനിസം ഉണ്ട്, എത്ര മാസ് ഓഫ് ലിവിങ് ഓർഗാനിസം ഉണ്ട്, അങ്ങനെയാണ് സ്റ്റാൻഡിങ് ക്രോപ്പിനെ മെഷർ ചെയ്യുന്നത്. സോ മാസ് ഓഫ് ലിവിങ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ ബയോമാസ്. ബയോ എന്ന് പറഞ്ഞാൽ ലിവിങ്. സോ എത്ര ലിവിങ് ഓർഗാനിസം ഉണ്ട്, മാസ് ഓഫ് ലിവിങ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ ബയോമാസ് എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡിങ് ക്രോപ്പിനെ മെഷർ ചെയ്യുന്നത് ഐദർ മെഷേർഡ് ആസ് മാസ് ഓഫ് ലിവിങ് ഓർഗാനിസം അഥവാ ബയോമാസ്, അല്ലെങ്കിൽ ദ നമ്പർ ഇൻ എ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ കാണപ്പെടുന്ന ആ ലിവിങ് ഓർഗാനിസത്തിൻ്റെ നമ്പർ, അല്ലെങ്കിൽ ആ മാസ് ഓഫ് ലിവിങ് ഓർഗാനിസം അഥവാ ബയോമാസ്. ഇങ്ങനെയാണ് സ്റ്റാൻഡിങ് ക്രോപ്പിനെ മെഷർ ചെയ്യുന്നത്. സോ സ്റ്റാൻഡിങ് ക്രോപ്പിനെ മെഷർ ചെയ്യണത് മാസ് ഓഫ് ലിവിങ് ഓർഗാനിസം അഥവാ ബയോമാസ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ കാണപ്പെടുന്ന ആ നമ്പർ ഓഫ് ലിവിങ് ഓർഗാനിസം വെച്ചിട്ടാണ് സ്റ്റാൻഡിങ് ക്രോപ്പിനെ മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബയോമാസ് ഓഫ് എ സ്പീഷീസ് എക്സ്പ്രസ്ഡ് ആസ് ഫ്രഷ് അല്ലെങ്കിൽ ഡ്രൈ വെയ്റ്റ്. ഈ ബയോമാസിനെ നമ്മൾ ഒരു സ്പീഷീസിൻ്റെ ബയോമാസിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഒന്നുകിൽ അതിൻ്റെ ഫ്രഷ് വെയ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈ വെയ്റ്റ് ആയിരിക്കും. ഫ്രഷ് വെയ്റ്റ് അല്ലെങ്കിൽ ഡ്രൈ വെയ്റ്റ്, ആ വാട്ടർ കണ്ടൻറ്റ് പോയിട്ടുള്ള ഡ്രൈ വെയ്റ്റ് ആവാം, അല്ലെങ്കിൽ ഫ്രഷ് വെയ്റ്റ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മൾ ബയോമാസ് ഓഫ് എ സ്പീഷീസിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിൽ ഫ്രഷ് വെയ്റ്റും ഡ്രൈ വെയ്റ്റും ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് തരുന്നത് ഏതായിരിക്കും? ഫ്രഷ് വെയ്റ്റ് ആയിരിക്കും, ഡ്രൈ വെയ്റ്റ് ആയിരിക്കും? ഡ്രൈ വെയ്റ്റ് ആയിരിക്കും. ബിക്കോസ് ഡ്രൈ വെയ്റ്റിലാണ് ആക്ച്വൽ വെയ്റ്റ് ഉണ്ടാവുക, അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയിട്ട് റിമൈനിങ് അല്ല, ഡ്രൈ വെയ്റ്റ് ആണ് ആക്ച്വൽ. സോ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് കാണുന്ന വെയ്റ്റ് ആണ് ഡ്രൈ വെയ്റ്റ്. ഇനി നമ്പർ ഓഫ് ട്രോഫിക് ലെവൽസ് ഇൻ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. നമ്മുടെ ടെറസ്ട്രിയലിലൊക്കെ കാണുന്ന ആ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണെങ്കിൽ അവിടെ കാണുന്ന ട്രോഫിക് ലെവൽ ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആണ്. സോ ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ട്രോഫിക് ലെവലുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. മാക്സിമം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ട്രോഫിക് ലെവലുകളെ ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ കാണാൻ പറ്റുള്ളൂ. അതിന് കാരണം ട്രാൻസ്ഫർ ഓഫ് എനർജി ഫോളോ 10% ലോ. സോ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എനർജി ഫ്ലോ ഒരു 10% ലോ. ബ്ലാക്ക്മെൻ ലോ 10th പഠിച്ചിട്ടുണ്ട്. ആ ലോ പ്രകാരമാണ് എനർജി ഫ്ലോ ചെയ്യുന്നത്. ഓരോ ട്രോഫിക് ലെവലിൻ്റെയും അവിടെയുള്ള എനർജിയുടെ 10% മാത്രമേ അതിൻ്റെ സക്സസീവ് ട്രോഫിക് ലെവലിലേക്ക് പോവുകയുള്ളൂ. അതാണ് 10% ലോ. സോ ഓരോ ട്രോഫിക് ലെവലും, അതാണ് ഇവിടെ പറയുന്നത്, ഓൺലി 10% ഓഫ് ദ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ടു ഈച്ച് ട്രോഫിക് ലെവൽ ഫ്രം ദ ലോവർ ട്രോഫിക് ലെവൽ. താഴത്തെ ട്രോഫിക് ലെവലിൽ നിന്ന് 10% മാത്രമേ അതിൻ്റെ മേലെയുള്ള അല്ലെങ്കിൽ സക്സസീവ് ട്രോഫിക് ലെവലിലേക്ക് പോവുകയുള്ളൂ. ആ ട്രോഫിക് ലെവലിലെ 10% മാത്രമേ അതിൻ്റെ അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോവുകയുള്ളൂ. സോ എനർജി ഫ്ലോ എന്ന് പറഞ്ഞത് ഫോളോ ചെയ്യുന്ന റൂളാണ് 10% ലോ. അതുകൊണ്ട് തന്നെ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ട്രോഫിക് ലെവലിൻ്റെ എണ്ണം മാക്സിമം റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ട്രോഫിക് ലെവലിൻ്റെ എണ്ണം കൂടുന്തോറും എന്ത് സംഭവിക്കും? എനർജി ഫ്ലോ ഓരോ ട്രോഫിക് ലെവലിൽ എത്തുമ്പോഴേക്കും എനർജി ഫ്ലോ കുറഞ്ഞു വരും. സോ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി ആ അവൈലബിൾ ആയിട്ടുള്ള ഓർഗാനിസത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ട്രോഫിക് ലെവലിൻ്റെ എണ്ണം റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. റെസ്ട്രിക്റ്റഡ് നമ്പർ ഓഫ് ട്രോഫിക് ലെവലായിരിക്കും ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ ഉണ്ടാവുക.
അതിന് കാരണം എന്താണ്? എനർജി ഫ്ലോ ഫോളോ ചെയ്യുന്നത് എന്തിനാണ്? 10% ലോ. എന്താണ് 10% ലോ? 10% ഓഫ് ദ എനർജി മാത്രമേ ഓരോ ട്രോഫിക് ലെവലിലേക്കും ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. താഴത്തെ ട്രോഫിക് ലെവലിൽ നിന്ന്, ഓരോ ട്രോഫിക് ലെവലിൽ നിന്നും അതിൻ്റെ അടുത്ത ട്രോഫിക് ലെവലിലേക്ക് ആ ട്രോഫിക് ലെവലിലെ 10% മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. സോ പ്രൊഡ്യൂസറിൻ്റെ 10% മാത്രമേ ഹെർബിവോറിന് കിട്ടുള്ളൂ. ഹെർബിവോറിൻ്റെ 10% എനർജി മാത്രമേ പ്രൈമറി കാർണിവോറിന് കിട്ടുള്ളൂ. പ്രൈമറി കാർണിവോറിൻ്റെ 10% മാത്രമേ സെക്കൻഡറി കാർണിവോറിന് കിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ട്രോഫിക് ലെവൽസ് മാക്സിമം റെസ്ട്രിക്റ്റഡ് ആയിരിക്കും, വളരെ എണ്ണം കുറവായിരിക്കും. സോ നമുക്ക് നേച്ചറിൽ ഇതുപോലെ ഒരുപാട് ലെവലിൽ ട്രോഫിക് ലെവലുകൾ നമ്മൾ കണ്ടതാണ്. പ്രൊഡ്യൂസർ, അതുപോലെ ഹെർബിവോർ, അത് കഴിഞ്ഞ് പ്രൈമറി കാർണിവോർ, സെക്കൻഡറി കാർണിവോർ. ഇതാണ് നമ്മൾ ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ കണ്ട ആ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽ. സോ നമ്മുടെ ഡെട്രീറ്റസ് ഫുഡ് ചെയിനിൽ നോക്കിക്കഴിഞ്ഞാലും അവിടെ വേറൊരു തരത്തിൽ ഇതുപോലത്തെ ഒരു ലിമിറ്റേഷൻ അല്ല ഡെട്രീറ്റസ് ഫുഡ് ചെയിനിൽ. അവിടെ ഏത് ട്രോഫിക് ലെവലിലെ ഓർഗാനിസം ഡൈ ആയിക്കഴിഞ്ഞാലും ആ ട്രോഫിക് ലെവലിലെ ഓർഗാനിസം ഡയറക്റ്റ്ലി എവിടേക്ക് എത്തുന്നു? ഡികമ്പോസേഴ്സ് യൂട്ടിലൈസ് ചെയ്ത് ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് മാറുന്നു. എന്നാൽ ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ നമ്മൾ ഈ പറഞ്ഞ ഓർഡറാണ്. പ്രൊഡ്യൂസർ, ഹെർബിവോർ, പ്രൈമറി കാർണിവോർ, സെക്കൻഡറി കാർണിവോർ, ഇങ്ങനെയാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ നമ്പർ ഓഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ട്രോഫിക് ലെവൽസ് ഉള്ളത്. അതേസമയം ഡെട്രീറ്റസ് ഫുഡ് ചെയിനിൽ ഇങ്ങനത്തെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കില്ല. ബിക്കോസ് ഏത് ട്രോഫിക് ലെവലിലെ ഓർഗാനിസം വേണമെങ്കിലും ഡൈ ആയിക്കഴിഞ്ഞാൽ, അത് മരിച്ചു പോയി കഴിഞ്ഞാൽ, ചത്തുപോയി കഴിഞ്ഞാൽ ആ ഓർഗാനിസം എന്ന് പറഞ്ഞത് ഡെട്രീറ്റസ് ഫുഡ് ചെയിനിലുള്ള ഒരു ബിഗിനിങ് ആയിട്ട് തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഓഫ് നമ്പർ ഓഫ് ട്രോഫിക് ലെവൽ നമുക്ക് ഡെട്രീറ്റസ് ഫുഡ് ചെയിനിൽ കാണാൻ സാധിക്കുകയില്ല.